ചേട്ടാ മലയാളം പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളം നന്നായി. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിലാണ് പേടി. പഠിച്ചതൊക്കെ ഉണ്ടായിരുന്നോ? പഠിച്ചത് അങ്ങനെ പഠിച്ചില്ലെങ്കിലും ഒരു പഠിക്കാൻ തന്നതില്ല എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. എളുപ്പമായിരുന്നു അപ്പോൾ മൊത്തത്തിൽ? കുഴപ്പമില്ല. അപ്പം അടുത്ത പരീക്ഷകളിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണോ? ആണ്. ഓക്കെ ചേട്ടാ. വലിയ മാതൃകയാണ്. കാരണം ഈ ഒരു ഇത്ര വലിയൊരു എസ്റ്റാബ്ലിഷ് ഒരു പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് വില കൊടുത്ത് ഇങ്ങനൊരു പരീക്ഷയ്ക്കൊക്കെ വരാമെന്ന് അതിനെങ്ങനെ നോക്കി കാണുന്നു? അത് എങ്ങനെ മാതൃകയാക്കാമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാനിങ്ങനെ കുറേ കൊതിയുണ്ട്, കുറേ എല്ലാവരും കൂട്ടുകാരെ പോലെയൊക്കെ. അത് എവിടെയൊക്കെയാണ് പിഴവ് പറ്റിയത് അതൊക്കെ വളരെ ഉള്ളതായിരുന്നു ജീവിതത്തിൽ. അത് പിന്നെ എങ്ങനെ തരണം ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും ആ സമയത്ത് അങ്ങനെ ചിട്ടയോടെ പഠിക്കുന്ന ഒരു അറിവൊന്നും അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും സ്വയം സമാധാനിപ്പിക്കുക, മനസ്സിനൊരു സമാധാനം. സൗകര്യം കിട്ടിയപ്പോൾ പഠിച്ചോ നീ എന്ന് കണ്ണാടി നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിനൊരു പരിഹാരം എന്ന വണ്ണം ചെയ്യുന്നതാണ്. അപ്പോൾ എന്നെപ്പോലെ ആദ്യമുള്ളവരുണ്ടെങ്കിൽ കൂടാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാവരും പണം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായാൽ മതി ജീവിക്കാമെന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ ഇത് രണ്ടും ഉള്ള ഒരു ആളായിരുന്നു ചേട്ടൻ. പക്ഷെ എന്നിട്ട് പോലും വിദ്യാഭ്യാസത്തിന് വില കൊടുത്ത് വരുന്നു, ഈ ഒരു മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരാത്തവരോട് എന്താണ് പറയാനുള്ളത്? അറിവ് തന്നെ പ്രധാനമെന്നാണ് നമ്മൾ കേൾക്കുന്നതും നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നതും അത് തന്നെ. അതുണ്ടെങ്കിൽ ബാക്കി താനേ വന്നോളൂ എന്നാണ്. അതില്ലെങ്കിൽ പിന്നെ എന്ത് വന്നിട്ടും മതി വരാത്ത മനുഷ്യരായിപ്പോകും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഭാവി പരിപാടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്? അല്ല, ഇത് കഴിഞ്ഞാലേ 10 എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 7 എഴുതിയതേ ഉള്ളൂ. ഇനി ഇരുന്ന് പഠിച്ച് അടുത്ത വർഷം തുടക്കത്തിലൊക്കെ പരീക്ഷ 10 എഴുതണമെന്നാണ് ആഗ്രഹം. ഷൂട്ടിൻ്റെ സമയം കിട്ടുന്നുണ്ടോ പഠിക്കാനൊക്കെ? ഇപ്പോൾ പെട്ടെന്നായിപ്പോയി. എനിക്ക് സമയം കിട്ടാതെ ഞാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു മാഡത്തിന് ഇവിടെ ഒരു അപേക്ഷ കൊടുത്തതാണ്. എനിക്ക് പിന്നീട് സൗകര്യം തരാം. അപ്പം പെട്ടെന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നൊരു പടം അങ്ങോട്ട് നീങ്ങി. അപ്പോൾ എന്നാൽ പെട്ടെന്ന് അയക്കാമെന്ന് തരും. അപ്പോൾ പഠിത്തവും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സ് വയ്ക്കാൻ പറ്റിയില്ല. ആ ഒരു വെപ്രാളമാണ് ഇപ്പോൾ ഉള്ളത്. പഠിക്കുന്നതൊക്കെ എങ്ങനെയാണ്? ഒറ്റയ്ക്കാണോ സഹായിക്കാനായിട്ടുണ്ടോ? അങ്ങനെ. പിന്നെ ബാക്കി ഇന്നലെ ഹിന്ദിയാണ് തീരെ പറ്റാത്തത്. അത് പിന്നെ മോളൊക്കെ വന്നിരുന്നു കുറച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അങ്ങനെയൊക്കെ തന്നെ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംശയം. പക്ഷെ അതിനുവേണ്ടി ഇരിക്കാൻ പറ്റാതായിപ്പോയി. അതാണ്.